കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. എങ്ങോട്ടാണെന്നല്ലേ, ചുമ്മാ നമ്മുടെ തൃശ്ശൂരൊക്കെ ഒന്ന് കാണാമെന്ന് എഴുതി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ അണ്ടർ പാസേജിലൂടെ അപ്പുറത്തെത്താം കേട്ടോ. അപ്പം നല്ല തിരക്കാണ് കേട്ടോ. ഓണം പ്രമാണിച്ച് ഫുള്ള് തിരക്കാണ്. കാരണം ഇവിടെ നല്ല ഓണത്തിൻ്റെ ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ അവിടെ ഒരു അണ്ണൻ കടല വറുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കുറച്ച് നേരം അവിടെ കടല വറുക്കുന്നതൊക്കെ നോക്കി. മണലിലിട്ടാണ് കേട്ടോ കടല വറുക്കുന്നത്. കടല എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. കടല മേടിക്കാമെന്ന് ഓർത്ത് നിന്നതാണേ. അപ്പോൾ ഇതാ അണ്ണൻ കടലയിൽ നിന്ന് കൊള്ളില്ലാത്ത കടലയൊക്കെ പറക്കി കളയുന്നുണ്ട് കേട്ടോ. 2 പ്രാവുകളെ അതിൽ പിച്ച നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ ഓണത്തിൻ്റെ ഫെസ്റ്റ് കാര്യങ്ങളായിട്ട് ഒരുപാട് സ്റ്റാളുകൾ, കടകൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ നമ്മുടെ പച്ചക്കറി ചെടികളുടെയൊക്കെ വിത്തുകളാണ് കേട്ടോ. കുറേ കളിപ്പാട്ടങ്ങളുടെ കട, കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ നല്ല രസമായിരിക്കും കേട്ടോ. ഇഷ്ടംപോലെ കളിപ്പാട്ടം കടകളും തുണി ഐറ്റംസ് അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. എന്താ കരിവള കൂട്ടമായിട്ടിരിക്കുന്നു. കരിവളം പോട്ടെ, കുപ്പിവള കേട്ടോ. നല്ല തിരക്കാണ്. ഇന്ന് അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ ഫാമിലിയായിട്ടും ഒക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കായിരുന്നു. ഇത് കണ്ടോ, എനിക്കിവിടെ ഈ കട ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മുടെ 90s പഴയകാല മിഠായികൾ ഇഷ്ടം പോലെ, ആ പഴയകാല മിഠായികൾ മാത്രമുള്ളൊരു കടയെ. ഇതുണ്ടോ, അതാ ഉണ്ട മിഠായി. എന്താണ് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു മറ്റേ ആന കുതിര അങ്ങനെയൊക്കെ ഒരു കളിപ്പാട്ടം കാണും. ഇതാ നമ്മുടെ ഗ്യാസ് മിഠായി, നാരങ്ങ മിഠായി, എന്തൊക്കെ മിഠായികളാണ്, പേരറിയുന്നതും അറിയാത്തതായിട്ട് ഒരുപാട് മിഠായികൾ. ജീരക മിഠായി, ഇത് നമ്മുടെ പണ്ട് ഒരു ഓറഞ്ചും വൈറ്റും ഡിസൈനൊക്കെ ഉള്ളൊരു മിഠായി ഉണ്ടായിരുന്നല്ലോ, ഒരു ഉണ്ട മിഠായി, നാരങ്ങയുടെ ടേസ്റ്റുള്ള. അത് എന്തോരം മിഠായികളാണെന്നറിയോ. ഈ പഴയകാല മിഠായികൾ മാത്രമുള്ളൊരു കടയായിരുന്നു കേട്ടോ. ഞാനതിൽ നിന്ന് നമ്മുടെ ജീരക മിഠായിയുടെ അപ്പുറത്ത് എടുക്കുന്ന ജെംസ് മിഠായി പോലത്തെ ഒരു മിഠായി മേടിച്ചു കേട്ടോ. അത് ഞാൻ മുന്നോട്ട് നടന്നപ്പോൾ നമ്മുടെ പൂക്കളത്തിനുള്ള പൂക്കളുടെ സെക്ഷൻ എത്തി കേട്ടോ. ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ. എന്തുമാത്രം പൂക്കളാണെന്നറിയോ. അവിടെ പല നിറത്തിലും തരത്തിലും ഉള്ള പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഈ റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ ഇങ്ങനെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു കോളിഫ്ലവർ വാങ്ങിയിട്ടോ. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. മൺചട്ടി, മൺപാത്രങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നിലവിൽ വീട്ടിലുള്ളത് കൊണ്ട് വാങ്ങിയില്ല കേട്ടോ. കുഞ്ഞൊരു ചട്ടി വാങ്ങണമെന്നുണ്ടായിരുന്നു, പിന്നെ വേണ്ടെന്ന് വെച്ചു. നമ്മുടെ ഓണത്തപ്പനൊക്കെ ഉണ്ട്. പിന്നെ ഇതാ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വണ്ടികളുടെ മാത്രം ടോയ്സാണ് കേട്ടോ. ഇത് നമ്മൾ പണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ നമ്മൾ മോതിരത്തിൽ പേരെഴുതിയിട്ടില്ലായിരുന്നോ. ചിരട്ട മോതിരമുണ്ട്, അല്ലാത്ത മോതിരമുണ്ട് കേട്ടോ. ഞാനും ഒരു മോതിരം വാങ്ങി പേരൊക്കെ എഴുതിട്ടോ. മഴക്കാറുണ്ട്, അതുകൊണ്ട് ഇതാ വടക്കുംനാഥൻ്റെ ഗോപുരനടയൊക്കെ നല്ല ഭംഗിയിൽ കാണാട്ടോ. ഒന്ന് നല്ല തിരക്കുമാണ് കേട്ടോ. പല കളറിലുള്ള കൃഷ്ണനും ഗണപതിയും അങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങൾ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് പിന്നെ വീട്ടിലൊരു കുട്ടി കൃഷ്ണനുള്ളതുകൊണ്ട് ഞാൻ കൃഷ്ണനെ വാങ്ങിയില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ചെടികളൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഈ പൂക്കളിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. മൊത്തം പ്ലാസ്റ്റിക് പൂവാണ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് വന്ന് മാർക്കറ്റിൽ വന്നു ആപ്പിൾ വാങ്ങിട്ടോ. ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു തൃശ്ശൂർ പോയത്. പിന്നെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ആപ്പിളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോകുന്നു. വരുന്ന വഴിക്ക് ഒരു പൂച്ചയുടെ തലയിൽ ഒരു പ്ലാസ്റ്റിക് കവറ് കുടുങ്ങിയിട്ടോ. അപ്പോൾ അതിന് കണ്ണൊന്നും കാണാൻ വയ്യ. അപ്പം നമ്മളതിന് കവർ എടുത്ത് വിട്ടു കേട്ടോ. പൂച്ച അന്നേരം ഓടിപ്പോയി. അങ്ങനെ നമ്മൾ പൂച്ചേനെയൊക്കെ രക്ഷപ്പെടുത്തി തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബായ്.